നിങ്ങൾക്ക് പിടികിട്ടി കാണും, പണ്ട് ലാലേട്ടൻ സേതുമാധവനെ നടന്ന ആ പാലത്തിലൂടെയാണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. അതെ, കിരീടം സിനിമയിലെ സേതുമാധവൻ നടന്ന കിരീടം പാലത്തിലൂടെ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഈ പാലം ഇനി മുതൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാൻ പോവുകയാണ്. കേരളത്തിന്റെ ആദ്യ സിനിമ ടൂറിസം സ്പോട്ടാണിത്. വെള്ളായണി കായൽ, ഹരിതാഭ നിറഞ്ഞ പ്രകൃതിയുടെ വരദാനം. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടങ്ങളിൽ ഒന്ന്. അപൂർവ ദേശാടന പക്ഷികളുടെ പറുദീസ. തുമ്പികളും പൂമ്പാറ്റകളും പാറിപ്പറക്കുന്ന ആവാസ വ്യവസ്ഥ. താമര കൃഷിക്കും പേര് കേട്ടയിടം. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല, പ്രകൃതി സ്നേഹികൾക്കും ഈ ടൂറിസം വികസനം സഹായകമാകും. പ്രകൃതിയെ അറിഞ്ഞും ഉൾക്കൊണ്ടും സംരക്ഷിച്ചുമുള്ള LDF സർക്കാരിന്റെ ടൂറിസം നയത്തിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് വെള്ളായണിയിലെ സിനിമ ടൂറിസം പദ്ധതി. പ്രകൃതിക്ക് ദോഷം വരുത്താതെ വെള്ളായണിയിൽ വിരുന്നെത്തുന്ന പറവകളുടെയും നെൽപ്പാടത്തിന്റെയും താമരപ്പൂക്കളുടെയും മനോഹാരിത ആസ്വദിക്കാവുന്ന വിധത്തിലാണ് നവീകരണം. കായൽ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് നായകനിൽ നിന്നും ദുരന്ത നായകനായി മാറിയ സേതുമാധവനും മകനെ ഓർത്ത് വേദനിച്ച നിസ്സഹായനായ അച്യുതനും ഒറ്റ സിനിമയിലൂടെ അനശ്വര കഥാപാത്രമായി മാറിയ കീരിക്കാടനുമൊക്കെ ഇവിടെയുണ്ടാവും. ഇവർക്കൊപ്പം സെൽഫി എടുക്കുന്നതിനായി ഒരു സെൽഫി പോയിന്റും ഒരുക്കുന്നുണ്ട്. സിനിമയിലെ നാസറിന്റെ ചായക്കടയെ ഓർമ്മപ്പെടുത്തുന്ന നാസർ കഫേ എന്ന പേരിൽ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ചായക്കടയും ഇവിടെ റെഡിയാവുകയാണ്. 1.5 കോടി രൂപ ചെലവിൽ നടക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാലം ഉടൻ തന്നെ നാടിന് സമർപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ 35 വർഷം മുൻപുള്ള ആ സിനിമയിലെ രംഗങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന എക്കാലത്തെയും ഹിറ്റ് പാട്ടിന് പശ്ചാത്തലമായതും ഈ പാലവും കായൽ പരിസരവുമാണ്. സേതുമാധവന്റെ ഈ ലോകം യാത്രാപ്രേമികൾക്കായി ഒരിക്കൽ കൂടി മനോഹരമായി അവതരിപ്പിക്കുകയാണ് ടൂറിസം വകുപ്പ്.